കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു അല്ലെ? ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ടീച്ചറിനെ എല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നൊക്കെ ഉണ്ടോ? നല്ല കുട്ടികളാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച പാഠത്തിന്റെ പേര് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? മനുഷ്യ സൃഷ്ടി അല്ലെ? എന്തായിരുന്നു? മനുഷ്യ സൃഷ്ടി. ഇനി ഈ ഞായറാഴ്ച നമുക്ക് പഠിക്കാനുള്ള പാഠത്തിന്റെ പേരാണ് മനുഷ്യന്റെ പതനം. എന്തായിരുന്നു? മനുഷ്യന്റെ പതനം. നമുക്കറിയാം, ഈ പ്രപഞ്ചം എല്ലാം ദൈവം സൃഷ്ടിക്കാൻ എത്ര ദിവസം എടുത്തു? 6 ദിവസം എടുത്തു. മനുഷ്യനെ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം അവരെ എവിടെ താമസിപ്പിച്ചു? ഏദൻ തോട്ടത്തിൽ താമസിപ്പിച്ചു. നമ്മുടെ ആദിമാതാപിതാക്കൾ ആരായിരുന്നു? ആദവും ഹവ്വയും. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ? അപ്പൊ ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. ഒരു സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കാരണം എന്താ? അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ ഇവരിങ്ങനെ സന്തോഷമായിട്ട് ഏദൻ തോട്ടത്തിൽ താമസിക്കുകയാണ്. ഏദൻ തോട്ടം വളരെ സുന്ദരമായ ഒരു തോട്ടമാണ്. അവിടെ ധാരാളം മരങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, അരുവിയുണ്ട്, എല്ലാം ഉണ്ട്. ഫലസമൃദ്ധമായ ഒരു തോട്ടമായിരുന്നു ഏദൻ തോട്ടം. അങ്ങനെ ദൈവം ഒരു ദിവസം ആദത്തോട് പറഞ്ഞു, ആദം, നീ എന്റെ കൂടെ വരൂ, നിന്നെ ഞാൻ ഈ തോട്ടം എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആദം ദൈവത്തിന്റെ കൂടെ ഈ തോട്ടമൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുവാണ്. അപ്പോ ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള എല്ലാ മരങ്ങളുടെയും പഴങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നിട്ട് ഒരു മരം ചൂണ്ടിക്കാണിച്ചു. ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു മരം ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷമാണിത്. ഇതിൽ നിന്ന് നിങ്ങൾ പഴം കഴിക്കരുത്. കഴിച്ചാൽ കഴിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ മരത്തിന്റെ പഴം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോ ആദം പറഞ്ഞു, ശരി. ആദം സമ്മതിച്ചു, ഹവ്വയോട് പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കും. ദൈവം അവരുടെ അടുത്ത് വരും, അവരോട് സംസാരിക്കും. അവരുടെ സ്നേഹ അന്വേഷണങ്ങളും വിവരങ്ങളൊക്കെ അന്വേഷിക്കും. എല്ലാ ദിവസവും ഇതൊരു പതിവാണ്. അങ്ങനെ മനുഷ്യനും ദൈവവും വളരെ സ്നേഹത്തോടെ ജീവിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ, ഒരാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ആർക്കാന്നറിയാമോ? അസൂയ ഉണ്ടായി. ആർക്കായി അസൂയ ഉണ്ടായത്? സാത്താൻ. ആർക്കാണ് അസൂയ ഉണ്ടായത്? സാത്താന് അസൂയ തോന്നി. എന്നിട്ട് സാത്താൻ വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഈ ദൈവത്തെ മനുഷ്യരെയും കൂടെ ഒന്ന് തമ്മില് വഴക്കുണ്ടാക്കണം. ഇവരെങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കി തമ്മിൽ അകറ്റണം എന്ന് വിചാരിച്ച് സാത്താൻ ഒരു സർപ്പത്തിന്റെ രൂപത്തില് ഏദൻ തോട്ടത്തില് കയറിക്കൂടി. എന്നിട്ട് ഇങ്ങനെ അവസരം നോക്കിയിരിക്കുവാണ്, എപ്പോഴാണ് ഇവരെ പ്രലോഭിപ്പിച്ച് സാത്താന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ നോക്കി അവസരം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹവ്വ അതിലെ തനിയെ ഇങ്ങനെ നടന്നു പോകും. അപ്പോ സർപ്പം ഹവ്വയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഹവ്വ, എന്താണ് വിശേഷം? സുഖമാണോ? അപ്പൊ ഹവ്വ പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. തോട്ടമൊക്കെ ഇഷ്ടപ്പെട്ടോ? തോട്ടമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോ സാത്താൻ പറയാ, ദൈവത്തിന് നിങ്ങളോട് എന്ത് സ്നേഹമാ, എത്ര കാര്യമായിട്ടാ നിങ്ങളെ കൊണ്ടു നടക്കുന്നേ, ഈ തോട്ടം മുഴുവൻ നിങ്ങൾക്ക് തന്നില്ലേ. അപ്പൊ ഹവ്വ ചിരിച്ചു. ഹവ്വയ്ക്ക് സന്തോഷമായി. ഹവ്വ പറഞ്ഞു, ദൈവത്തിന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞു. അപ്പൊ സാത്താന്റെ ചതിയില് പെടുത്താൻ വേണ്ടിയിട്ട് സാത്താൻ ഇങ്ങനെ ഹവ്വയോട് ചോദിക്കുകയാണ്,
അതെന്നാ നിങ്ങൾ ആ ഒരു മരത്തിൽ നിന്ന് മാത്രം പഴം പറിച്ച് തിന്നാത്തെ? ബാക്കിയുള്ള എല്ലാ മരത്തിൽ നിന്ന് നിങ്ങൾ പഴം പറിച്ച് തിന്നുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ, ആ ഒരു മരത്തിൽ നിന്ന് മാത്രം എന്നാ നിങ്ങൾ പഴം പറിച്ച് തിന്നാത്തെ? അപ്പൊ ഹവ്വ പറഞ്ഞു, ആ മരത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുതെന്നാണ് ഞങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ മരത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നാ ഞങ്ങൾ മരിക്കൂന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സാത്താൻ പറയാണ്, ആ മരത്തിന്റെ പഴം പറിച്ച് തിന്നാ നിങ്ങൾ മരിക്കത്തൊന്നുമില്ല, ദൈവം നിങ്ങളെ പറ്റിക്കുക. ആ മരത്തിന്റെ പഴം പറിച്ച് തിന്നാ നിങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെ ആകും. അതുകൊണ്ട് അത് ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ദൈവം നിങ്ങളോട് ആ പഴം പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞത്. എന്നിട്ട് ആ പഴത്തിന്റെ ഗുണഗണങ്ങള്, ആ പഴം നല്ല മധുരമുള്ളതാണ്, അത്രയും മധുരമുള്ള ഒരു പഴം പോലും ഈ തോട്ടത്തിലില്ല എന്നൊക്കെ പറഞ്ഞ് ആ സർപ്പം ഈ ഹവ്വേനെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഹവ്വയ്ക്ക് ആകെ വിഷമായി. ദൈവം പറഞ്ഞു കഴിക്കരുത്. സാത്താൻ പറഞ്ഞു അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കത്തൊന്നുമില്ല, ദൈവം പറ്റിക്കുമായിരുന്നു. എന്തു ചെയ്യും? ഹവ്വ ഇങ്ങനെ ആലോചിച്ചു. അവസാനം അവൾ എന്ത് ചെയ്തു? അവള് സാത്താന്റെ പ്രലോഭനത്തിന് വഴങ്ങി അവൾ ആ പഴം പറിച്ച് തിന്നു. പഴം പറിച്ച് തിന്നിട്ട് അവള് തന്നെയാണോ തിന്നേ? അല്ല, അവള് വന്നിട്ട് കൊണ്ടുപോയി കുറച്ച് ആദത്തിനും കൊടുത്തു. ആദവും ആ പഴം തിന്നു. തിന്നു കഴിഞ്ഞപ്പോഴോ പെട്ടെന്ന് അവരുടെ കണ്ണു തുറന്നു. അപ്പോൾ തങ്ങൾ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. ഒരു വേഗം തന്നെ ഇലയൊക്കെ പറിച്ച് വസ്ത്രമൊക്കെ ഉണ്ടാക്കി മരത്തിന്റെ കുറ്റിച്ചെടികളുടെ ഇടയിൽ പോയി ഒളിച്ചിരുന്നു. കാരണം തിന്നരുതെന്ന് പറഞ്ഞ ആ മരത്തിന്റെ പഴം തിന്നല്ലോ, അപ്പൊ അവർക്ക് പേടിയായി. അവര് ദൈവത്തെ പേടിച്ച് ഒളിച്ചിരുന്നു. വൈകുന്നേരം ആയപ്പോ ദൈവം വന്നു നോക്കിയപ്പോ ആദത്തെ കണ്ടില്ല. അപ്പൊ ദൈവം വിളിച്ചു, ആദം നീ എവിടെയാ? ആദം പേടിച്ചു മിണ്ടാതിരിക്കുക. അപ്പൊ ദൈവം വീണ്ടും ചോദിച്ചു, ആദം നീ എവിടെയാ? എന്റെ മുമ്പിൽ വരാൻ പറഞ്ഞു. അപ്പൊ ആദം പറഞ്ഞു, ഞാൻ അങ്ങയുടെ മുമ്പിൽ വരില്ല, കാരണം ഞാൻ നഗ്നനാണ്. അപ്പൊ ദൈവം ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അപ്പോൾ ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ ആ മരത്തിന്റെ പഴം നീ തിന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആദം പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിനായിട്ട് തന്ന ഈ സ്ത്രീയാണ് എനിക്ക് ആ പഴം പറിച്ചു തന്നത്, ഞാൻ തിന്നു. അപ്പൊ ദൈവം ഹവ്വയോട് ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു, ആ സർപ്പം എന്നെ വഞ്ചിച്ചു. ദൈവത്തിന് ദേഷ്യം വന്നു. ദൈവം ആദത്തിനെ ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവര് പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ച് അവർ എന്ത് ചെയ്തു? ആ ഏദൻ തോട്ടം അവർക്ക് നഷ്ടമായി. അങ്ങനെ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ചു. അപ്പോ നമ്മളും പാപം ചെയ്യുമ്പോ നമുക്ക് ദൈവകൃപ നഷ്ടമായി നമ്മളെ എന്തായി മാറും? നമ്മള് പാപികളായി മാറും അല്ലെ? അതുകൊണ്ട് നമ്മള് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട്, നല്ല മക്കളായിട്ട് വളർന്നു വരണം കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ ഒരു ബൈബിൾ വാക്യം പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ ബൈബിൾ വാക്യം പഠിക്കണം. ആ ബൈബിൾ വാക്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. എന്താണ്? നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. ഇനി നമുക്ക് ഒരു പാട്ട് പാടാം. ഇത് നിങ്ങളുടെ പുസ്തകത്തില് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാട്ടാട്ടോ. എല്ലാവരും ഇത് കാണാതെ പഠിക്കണേ. പാടാം. രക്ഷകനാമിശിഹാ ഞങ്ങൾ തൻ ശ്രേഷ്ഠാവാം ദേവാ, ദയചേ ഞങ്ങൾ മേൽ നിന്മാറാ യാചനമൂലം പൈശാചിക ചതിയിൽ നിന്നെങ്ങൾ കേകണമേ മുക്തി, ദുസ്സേനാവലയിൽ നിന്നും നീ രക്ഷിക്കണമേ. ഈ പാട്ട് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മള് പള്ളിയില് മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന പാടുന്ന പാട്ടായതല്ലേ? മാതാവിനോടുള്ള പ്രാർത്ഥനയില് നമ്മള് പാടുന്ന പാട്ടാണിത് അല്ലെ? നമ്മളെ പിശാചിന്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്ന് നമ്മള് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. എല്ലാരും നന്നായിട്ട് ഈ പാട്ടൊന്ന് പാടി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിലൊക്കെ ചൊല്ലുന്നതാണ്. നിങ്ങൾ
നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ടായിരിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈ കൂപ്പി പിടിച്ചേ. മോറാനേഷ് മിശിഹ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. കർത്താവെ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പൊ ഈ പ്രാർത്ഥന എല്ലാരും പഠിക്കണം. നമ്മൾ ഇന്ന് എന്തായിരുന്നു പഠിച്ചേ? ഇന്ന് നമ്മള് ആദവും ഹവ്വയും എങ്ങനെയാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായതെന്നാണ് പഠിച്ചത്, അല്ലെ? അപ്പൊ ഈ കഥ നിങ്ങള് ഒന്ന് പറഞ്ഞു നോക്കണം. കഥയായിട്ട് പറയണം. നന്നായിട്ട് പറയുന്ന പിള്ളേർക്ക് സമ്മാനമുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറെ പറഞ്ഞു കേൾപ്പിക്കണം. ടീച്ചറിന് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ടീച്ചർ അത് ഞങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം തരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കഥയൊന്ന് പറയണം കേട്ടോ. അപ്പൊ വർക്ക് ബുക്ക് എല്ലാവരും ചെയ്തായിരുന്നു കഴിഞ്ഞ പാഠത്തിലെ. ഈ പാഠത്തിലും ഉണ്ട് നമുക്ക് വർക്ക് ബുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ അത് ചെയ്യണം. നന്നായിട്ട് പഠിക്കണം. നല്ല മക്കളായിട്ട് വളരണം. അപ്പൊ ഇനി നമുക്ക് അടുത്ത പാഠമായിട്ട് അടുത്ത ഞായറാഴ്ച കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.